ഹലോ ഫ്രണ്ട്സ്, കറുത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ സ്ഥലങ്ങളും അതുപോലെ വീടുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഈ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക. വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് 7 സെൻറ്റ് സ്ഥലവും അതിൽ 1000 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമാണ്. വരൂ നമുക്ക് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത്. വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ്. വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം 500 മീറ്റർ അകലം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ. പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചുറ്റും ജനവാസ മേഖലയാണ്. 7 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. ജന്മന്തീറ ആധാരമാണ്. എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ്. വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം. എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഏരിയയാണ്. റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ടൗണിൽ തന്നെയാണെങ്കിലും ടൗണിൻ്റേതായ തിക്ക് തിരക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ചുറ്റിലും ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ കൂടിയാണിത്. എല്ലാം കൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഈ വീടൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത്. പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന 7 സെൻറ്റ് സ്ഥലം. അതിൽ 7 സെൻറ്റ് സ്ഥലമാണെങ്കിലും 10ഓളം കായ്ക്കുന്ന നല്ല തെങ്ങുകളും അതുപോലെ സപ്പോട്ട, മാവ്, പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളും ഉണ്ട്. വീടും പരിസരമൊക്കെ നമുക്കൊന്ന് വിശദമായി കണ്ടു നോക്കാം. മഴയൊക്കെ പെയ്തിട്ടുള്ളതിനാൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. എങ്കിലും വളരെ സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ്. വെള്ളമൊക്കെ ഓപ്പൺ കിണറാണ് അവിടെ ഉള്ളത്. വെള്ളത്തിനായിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഓപ്പൺ കിണറാണ്. വെള്ളം, വഴി, കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടാണ്. അതും ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടാണ്. വീടും പരിസരങ്ങളും പരിസര പ്രദേശങ്ങളും എല്ലാം നമ്മൾ വിശദമായി തന്നെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. കാരണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ ഇവിടെ ബയോഗ്യാസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നല്ലൊരു വീടാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ പുറത്തു നിന്നാണുള്ളത്, അകത്തു നിന്നല്ല. 2 ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത്. അതിൻ്റെ സ്റ്റെയർ പുറത്താണ്. പരിസര പ്രദേശങ്ങളിലെല്ലാം കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത്. നമുക്കിനി കിണറൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കിണറിൽ വെള്ളമുണ്ടോ, എങ്ങനെയാണ് കിണറിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കിണർ. ധാരാളം വെള്ളമുള്ളൊരു കിണറാണ്. വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. നമുക്ക് കാണിച്ചു തരാം. ഇതാണ് കിണർ. ധാരാളം വെള്ളം ഈ കിണറിനകത്തുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള തെളിനീര് പോലുള്ള വെള്ളമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ലാത്ത ഏരിയയാണ്. കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ളൊരു കിണറാണിത്. മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നു. 10ഓളം തെങ്ങുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാം നല്ല കൈബലമുള്ള തെങ്ങുകളാണ്. വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ പാകത്തിന് നല്ലപോലെ തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ മാവ്, പ്ലാവ് അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. മുരിങ്ങ അങ്ങനെയുള്ള എല്ലാതും അത്യാവശ്യം കുറച്ച് സ്ഥലമാണെങ്കിലും അതിലെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. ടെറസിന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെറസിന് മുകളിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ 500 മീറ്റർ അകലത്തിൽ ആണ് വടക്കഞ്ചേരി ടൗൺ ഉള്ളത്. ടൗണിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. പള്ളി, അമ്പലം, മോസ്ക്, അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ, CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ അങ്ങനെയുള്ള സ്കൂളുകളും അതുപോലെ ഹോസ്പിറ്റലുകളും ബാങ്കുകളും കടകളും എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല ഒരു പ്രദേശം തന്നെയാണിത്. 500 മീറ്റർ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ആ സ്ഥലത്തേക്ക് ടൗണിലേക്ക് അകലമുള്ളൂ. സപ്പോർട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ധാരാളം സപ്പോർട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്.
അതിൻ്റെ സൂചനയായിട്ടാണ് ഇതെല്ലാം കായ്ച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെങ്ങാണെങ്കിലും നല്ല കൈബലമുള്ള തെങ്ങുകളാണ്. എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 2 ബെഡ്റൂമുകളാണുള്ളത്. അതുപോലെ ഹാള്, സിറ്റൗട്ട്, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിനി വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീടിന് പുറത്തുള്ള വ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് വീടിനുള്ളിൽ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പറഞ്ഞതുപോലെയൊക്കെ ഉണ്ടോ എങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാതും. പിന്നെ ഇന്ന് നിങ്ങളോട് എല്ലാവരുടെ അടുത്തും ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഭയങ്കര സൗണ്ടായിരുന്നു. ഞാൻ അത് ശ്രദ്ധിക്കാതെ ഇട്ട് പോയതാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് പറയണമൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു മിസ്റ്റേക്കാണല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇനി ഞാനത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് എനിക്ക് എന്നിലുള്ള തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇനിയും നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറയണം. അപ്പോൾ നമുക്കിനി വീടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 2 ബെഡ്റൂമുകളാണുള്ളത്. കോമൺ ബാത്റൂമാണുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണുള്ളത്. ശരി, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ബെഡ്റൂമിനകത്തുള്ള സൗകര്യങ്ങൾ. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബെഡ്റൂമുകളാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കണ്ടു നോക്കാം. ഹാളിനോട് ചേർന്ന് തന്നെയാണ് 2 ബെഡ്റൂമുകളും ഉള്ളത്. ഷോക്കേഴ്സൊക്കെ ഉണ്ട്. എല്ലാ ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഹാളും ഡൈനിങ് ഏരിയയൊക്കെ ഒരുമിച്ച് തന്നെയാണ്. അതുപോലെ ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. കിച്ചണും അതിനോട് തന്നെ ചേർന്നിട്ടാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂം ഇപ്പോൾ ഒരു സ്റ്റോർ റൂം പോലെ ആക്കിയിട്ടുണ്ട്. ഇത് ബെഡ്റൂമാണ്. അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ ഉള്ള ബെഡ്റൂമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. ഇനി അടുക്കളയും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് അടുക്കള. അതും നല്ലൊരു അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള അടുക്കള തന്നെയാണ്. എല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഗ്യാസ് വയ്ക്കാനും അതുപോലെ തന്നെ വിറകടുപ്പും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടുക്കളയാണ്. അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ വീടും സ്ഥലവും പരിസരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സ്റ്റോറൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടൗണിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിലയും ഇതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില, ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്. 40 ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനും വീടിനായിട്ട് ചോദിക്കുന്നത്. ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. വടക്കഞ്ചേരി ടൗണിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.